പ്രിയമുള്ളവരെ, വചനജ്വാല 1758 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂൺ 24 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 24 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 36 അധ്യായം 21 മുതൽ 39 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. എന്നാൽ അവർ ജനതകളുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ എത്തിയിടത്തെല്ലാം ഇവരാണ് കർത്താവിന്റെ ജനം, എന്നിട്ടും അവിടുത്തെ ദേശത്ത് നിന്ന് അവർക്ക് പോകേണ്ടി വന്നു എന്ന് ആളുകൾ അവരെ പറ്റി പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കി. തങ്ങൾ എത്തിയ ജനതകളുടെ ഇടയിൽ ഇസ്രായേൽ ഭവനം അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധനാമത്തെ പ്രതി ഞാൻ ആകുലനായി. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളെ പ്രതിയല്ല, നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിന്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. തങ്ങളുടെ കൺമുൻപിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ഒരു പുതുചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും. നിങ്ങളുടെ ഇനിമേൽ പട്ടിണി വരുത്തുകയില്ല. പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകൾക്കിടയിൽ നിന്നും സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. അപ്പോൾ നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും നിങ്ങൾ ഓർക്കുകയും നിങ്ങളുടെ തെറ്റുകളെയും നിന്ദ്യമായ പ്രവൃത്തികളെയും കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ പ്രതിയല്ല ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇസ്രായേൽ വംശമേ, നിന്റെ പ്രവർത്തികൾ ഓർത്ത് ലജ്ജിച്ച് തല താഴ്ത്തുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്കൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്ന നാളിൽ നഗരങ്ങളിൽ ജനം വസിക്കുന്നതിനും നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നതിനും ഞാൻ ഇടയാക്കും. വഴിപോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്നിരുന്ന വിതന പ്രദേശത്ത് കൃഷി ഇറക്കും. അപ്പോൾ അവർ പറയും, ശൂന്യമായി കിടന്ന ഈ സ്ഥലമെല്ലാം ഏദൻ തോട്ടം പോലെയാക്കിയിരിക്കുന്നു. ശൂന്യവും
വിജനവും നശിപ്പിക്കപ്പെട്ടതും ആയ നഗരങ്ങൾ ഇപ്പോൾ സുശക്തമായിരിക്കുന്നു. അവിടെ ആളുകൾ വസിക്കുന്നു. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടന്നിടത്തെല്ലാം വീണ്ടും കൃഷി ഇറക്കിയതും കർത്താവായ ഞാനാണ് എന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്ന് അറിയും. കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഞാനത് നടപ്പിലാക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിൻപറ്റത്തെ എന്ന പോലെ തങ്ങളുടെ ജനത്തെ വർദ്ധിപ്പിക്കണമെന്ന് ഇസ്രായേൽ ഭവനം എന്നോട് അപേക്ഷിക്കും. ഞാൻ അങ്ങനെ ചെയ്യും. വിശുദ്ധമായ ആട്ടിൻപറ്റം പോലെ തിരുനാളുകളിൽ ജെറൂസലേമിൽ കാണുന്ന ആട്ടിൻപറ്റം പോലെ നിർജ്ജന നഗരങ്ങളെല്ലാം മനുഷ്യരാകുന്ന അജഗണത്തെ കൊണ്ട് നിറയും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതനായ വിശുദ്ധ സ്നാപക യോഹന്നാനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. കന്യകാമറിയത്തിന് മംഗളവാർത്ത നൽകിയ ഗബ്രിയേൽ ദൈവദൂതൻ തന്നെയാണ് അതിനെ 6 മാസം മുമ്പ് സ്നാപക യോഹന്നാന്റെയും ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചത്. അബിയായുടെ കുടുംബത്തിൽപ്പെട്ട സക്കറിയ എന്ന പുരോഹിതൻ ഒരു ദിവസം ബലി സമർപ്പിക്കാൻ വന്നപ്പോൾ ദൈവദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും. അവനെ യോഹന്നാൻ എന്ന് പേരിടണം. അയാൾ കർത്താവിന്റെ മുൻപിൽ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി വസ്തുക്കളോ അവൻ പാൻ ചെയ്യുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകും. ഈ വാക്കുകൾ സക്കറിയ വിശ്വസിച്ചില്ല. അതിനാൽ കുട്ടി ജനിക്കുന്നതുവരെ അയാൾ ഊമനായിരിക്കുമെന്ന് മാലാഖ കൂട്ടിച്ചേർത്തു. മാലാഖയുടെ വാക്കുകൾ അനുസരിച്ച് എലിസബത്ത് ഗർഭിണിയായി. 6-ാം മാസം ഈ വിവരം അറിഞ്ഞ് കന്യകാമറിയം എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി ചെന്നു. മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്ത മാത്രയിൽ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിൽ പൂരിതനാവുകയും ചെയ്തു. യഥാസമയം കുട്ടി ജനിക്കുകയും കുട്ടിക്ക് യോഹന്നാൻ എന്ന് പേരിടുകയും ചെയ്തു. യോഹന്നാൻ മരുഭൂമിയിൽ തേനും കിഴങ്ങുകളും ഭക്ഷിച്ച് കടുത്ത തപോനിഷ്ഠയിൽ ജീവിച്ചു. പ്രായശ്ചിത്തത്തിന്റെ സ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ജോർദാൻ നദിയിൽ വെച്ച് ക്രിസ്തുവിനെ സ്നാനം നൽകി. കർത്താവിന്റെ വഴികൾ ഒരുക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമായിട്ടാണ് യോഹന്നാൻ തന്നെ വെളിപ്പെടുത്തിയത്. ജനങ്ങൾ അദ്ദേഹം തന്നെ ആയിരിക്കും രക്ഷകനെന്ന് വിചാരിച്ചു. എന്നാൽ താൻ ഒരു രക്ഷകനല്ലെന്നും രക്ഷകന്റെ ചെറുപ്പിന്റെ വാറുകൾ അഴിക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ലെന്ന് യോഹന്നാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഈശോ സ്നാപക യോഹന്നാനെ പറ്റി പറഞ്ഞത്, സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനില്ലെന്നും അദ്ദേഹം കാറ്റത്താടുന്ന ഞാങ്കണയല്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കുറ്റങ്ങളായി തന്നെ അദ്ദേഹം കണ്ടു. മുഖം നോക്കാതെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഹെറോദേസിന്റെ കുറ്റം തുറന്നു കാണിച്ച് സ്നാപക യോഹന്നാൻ രക്തസാക്ഷിത്വം വരിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധ സ്നാപക യോഹന്നാന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.